ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4th യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ വരുന്നത് WB യേറ്റ്സിന്റെ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന പോമാണ്. സ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരയന്നങ്ങളാണ് അല്ലെ. അപ്പൊ കൂൾ എന്ന സ്ഥലത്തെ അരയന്നങ്ങളെ പറ്റിയാണ് ഇവിടെ യേറ്റ്സ് പറയുന്നത്. അപ്പൊ നമുക്ക് പോയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കൂൾ പാർക്ക് എന്ന് നോക്കാം. കൂൾ പാർക്ക് ഈസ് എ ബ്യൂട്ടിഫുൾ നാച്ചുറൽ പാർക്ക് ഇൻ കൺട്രി ഗാൽവേ, അയർലൻഡ്. അയർലൻഡിലെ ഒരു നാച്ചുറൽ പാർക്കാണ് കൂൾ പാർക്ക്. ഇറ്റ് വാസ് ദ ഹോം ഓഫ് ലേഡി അഗസ്റ്റ ഗ്രിഗറി, എ ക്ലോസ് ഫ്രണ്ട് ഓഫ് WB യേറ്റ്സ്, ആൻഡ് ഹി ഓഫൻ വിസിറ്റഡ് ദ പ്ലേസ്. നമ്മുടെ കവിയായിട്ടുള്ള WB യേറ്റ്സിന്റെ ഒരു ഫ്രണ്ടാണ് ലേഡി ഗ്രിഗറി. ലേഡി ഗ്രിഗറിയുടെ ഹോമാണ് ഈ കൂൾ പാർക്കില്. The peace and beauty of Cool Park inspired Yeats to write poems like The Wild Swans at Cool. അപ്പൊ ഈ കൂൾ പാർക്കിന്റെ ഭംഗിയും സമാധാനവും ഒക്കെ കുറെ പോംസ് എഴുതാനായിട്ട് യേറ്റ്സിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. യേറ്റ്സിന് മാത്രമല്ല, അതുപോലെ പല കവികൾക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൂൾ പാർക്ക് എന്നത്. അപ്പൊ നമുക്കിനി കൂൾ പാർക്കിൽ അരയന്നങ്ങളെ പറ്റി യേറ്റ്സിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. The wild swans at Cool. The trees are in their autumn beauty. The woodland paths are dry. Under the October twilight, the water mirrors a still sky. Upon the brimming water, among the stones are 950 swans. ഇവിടെ കവി എന്താണ് പറയുന്നത്? ഇവിടെ ശരത്കാലാണ് അല്ലെ, ഓട്ടം ബ്യൂട്ടിയിലാണ് നിൽക്കുന്നത്. ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകൾ പൊഴിയുന്ന ശരത്കാലത്തിനെയാണ് ഓട്ടം എന്ന് പറയുന്നത്. അപ്പൊ മരങ്ങളൊക്കെ ആ ശരത്കാലത്തിന്റെ സൗന്ദര്യത്തിൽ നിൽക്കുകയാണ്. ദി ട്രീസ് ആർ ഇൻ ദ ഓട്ടം ബ്യൂട്ടി. ഈ മരങ്ങൾ ശരത്കാലത്തിൽ ഇലകളൊക്കെ പൊഴിച്ച് അതിന്റെ ഒരു പ്രത്യേക ഭംഗിയിലായിരിക്കും, ഒരു യെല്ലോയിഷ് കളറിലായിരിക്കും നിൽക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ദി ട്രീസ് ആർ ഇൻ ദ ഓട്ടം ബ്യൂട്ടി. ദി വുഡ്ലാൻഡ് പാത്സ് ആർ ഡ്രൈ. ശരത്കാലം ആയതുകൊണ്ട് തന്നെ ആ മരങ്ങൾക്കിടയിലുള്ള ആ വഴികൾ, പാത്സ് എന്ന് പറഞ്ഞാൽ നടപ്പാതകൾ, മരങ്ങൾക്കിടയിലുള്ള ആ നടപ്പാതകളൊക്കെ വളരെ ഡ്രൈ ആണ്, വരണ്ടിരിക്കുകയാണ്. അണ്ടർ ദ ഒക്ടോബർ ട്വിലൈറ്റ് ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ. ഒക്ടോബർ മാസമാണല്ലേ ഇത്. അപ്പൊ ഒക്ടോബർ മാസത്തിലെ ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്തിൽ, ഒക്ടോബർ മാസത്തിലെ ഈ സന്ധ്യാസമയത്തിൽ ആ വെള്ളം, ആ തടാകത്തിലെ വെള്ളം ആ സ്റ്റില്ലായി നിൽക്കുന്ന ആകാശത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആ വെള്ളം ഒരു കണ്ണാടി പോലെ ഈ ആകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. Upon the brimming water among the stones are 950 swans. അവിടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന, ബ്രിമ്മിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിറഞ്ഞു നിൽക്കുന്ന ആ വെള്ളത്തില് 59 swans ഉണ്ട്. അതായത് 59 അരയന്നങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് കവി പറയുന്നത്? The poet describes the calm beauty of the cool park in autumn. ശരത്കാലത്തിലെ കൂൾ പാർക്കിന്റെ സൗന്ദര്യത്തെയാണ് കവി ഇവിടെ വിവരിക്കുന്നത്. The quiet lake reflects the still sky and 59 swans are seen swimming on the water. അപ്പോൾ അവിടെ സമാധാനമായിട്ട് ആ ക്വയറ്റ് ആയിട്ട് നിൽക്കുന്ന ആ തടാകം ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ തടാകത്തിൽ 59 അരയന്നങ്ങൾ കൂടിയുണ്ട്. അടുത്ത സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? The 19th autumn has come upon me since I first made my count. I saw before I had well finished all suddenly mount and scatter wheeling in great broken rings upon their clamorous wings. ഇവിടെ എന്താണ് കവി പറയുന്നത്? ഞാൻ ആദ്യമായിട്ട് ഈ അരയന്നങ്ങളെ 19 വർഷത്തിന് മുൻപാണ് കാണുന്നത്. ആദ്യമായിട്ട് ഇവിടെ വന്നത് 19 വർഷത്തിന് മുമ്പാണ്. അന്ന് ഈ അരയന്നങ്ങളെ എണ്ണി തീരുന്നതിന് മുമ്പ് എന്താ ഉണ്ടായത്? ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ് ഓൾ സഡൻലി മൗണ്ട്. എല്ലാ അരയന്നങ്ങളും പെട്ടെന്ന് ആകാശത്തേക്ക് പറന്നുയരുകയാണ്. മൗണ്ട് എന്ന് പറഞ്ഞാൽ പറന്നുയരുക എന്നാണ് അർത്ഥം. ആൻഡ് സ്കാറ്റർ വീലിംഗ് ഇൻ ഗ്രേറ്റ് ബ്രോക്കൺ റിങ്സ് അപ്പോൺ ദെയർ ക്ലാമറസ് വിങ്സ്. അവ ആകാശത്തേക്ക് പറന്നുയർന്ന് ഒരു റിങ്ങിന്റെ രീതിയിൽ, വൃത്താകൃതിയിൽ അവരെല്ലാം കൂടി കറങ്ങുകയാണ്. വൃത്താകൃതിയിൽ ആണെങ്കിലും എന്താണ്, ബ്രോക്കൺ റിങ്സ്, മുറിഞ്ഞ റിങ്സ് പോലെ, കറക്റ്റ് വൃത്താകൃതിയിൽ അല്ലെങ്കിലും ആ രീതിയിലാണ് ഇവർ കറങ്ങുന്നത്. ആൻഡ് അപ്പോൺ ദെയർ ക്ലാമറസ് വിങ്സ്. അവരുടെ ശബ്ദമുള്ള ചിറകടി കൂടി നമുക്ക് കേൾക്കാൻ പറ്റും. ക്ലാമറസ് എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദമുള്ള. അപ്പൊ ഈ അരയന്നങ്ങളിലെ വലിയ ചിറകുകൾ വളരെ ശബ്ദത്തിൽ അടിച്ചുകൊണ്ട് അവ ആകാശത്തേക്ക് പറന്നുയർന്ന് ബ്രോക്കൺ റിങ്സ് ആയിട്ട് ഇങ്ങനെ ആകാശത്തെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. I have looked upon those brilliant creatures and now my heart is sore. All's changed since I, hearing at twilight the first time on this shore, the bell beat of their wings above my head, trod with a lighter tread. ഇവിടെ കവി എന്താണ് പറയുന്നത്? ഞാൻ ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ ക്രീച്ചേഴ്സിനെ, ഈ അരയന്നങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. മൈ ഹാർട്ട് ഈസ് സോർ. സോർ എന്ന് പറഞ്ഞാൽ വേദനിക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ ഈ അരയന്നങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. എന്താണ് കാരണം? ഞാൻ അന്ന് കണ്ടതിൽ നിന്ന്, 19 വർഷത്തിന് മുമ്പ് കണ്ടതിൽ നിന്ന് വളരെയധികം വ്യത്യാസങ്ങളാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. All's changed since I hearing at twilight the first time on this shore. ഈ തീരത്ത് ആദ്യമായിട്ട് കണ്ടതിൽ നിന്ന് ഇന്ന് വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. The bell beat of their wings above my head
trod with a lighter tread. Bell beat എന്ന് പറഞ്ഞാൽ മണിയടി ശബ്ദം എന്നാണ് അർത്ഥം. അപ്പോൾ മണികളുടെ ശബ്ദം പോലെയുള്ള ഈ അരയന്നങ്ങളുടെ ചിറകടി കേട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. അന്ന് ഞാൻ വളരെ ലൈറ്റർ സ്റ്റെപ്സ് ആണ് വെച്ചിരുന്നത്. ലൈറ്റർ ട്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നടക്കുക. അന്ന് വളരെ എനർജറ്റിക് ആയിട്ട് നടന്നിരുന്ന യുവത്വമായിരുന്നു കവിക്കുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആദ്യം വന്നതിൽ നിന്ന് ഇന്ന് വളരെയധികം വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. Watching the swans makes the poet feel sad because his life has changed since he first saw them. ആദ്യമായിട്ട് അരയന്നങ്ങളെ കണ്ടതിൽ നിന്ന് ഇപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. He remembers his younger days when he walked happily and lightly. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ യൗവനകാലമാണ് കവി ഓർക്കുന്നത്. അന്ന് വളരെ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് നടന്നിരുന്ന കാലത്തെ പറ്റിയാണ് കവിയുടെ ഓർക്കുന്നത്. Unwearied still, lover by lover, they paddle in the cold companionable streams or climb the air. Their hearts have not grown old, passion or conquest, wander where they will, attend upon them still. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ അരയന്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. കവിക്ക് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അരയന്നങ്ങൾക്ക് ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. അൺവിയറീഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണമില്ലാതെ എന്നാണ് അർത്ഥം. സ്റ്റിൽ ഇപ്പോഴും അവർ ക്ഷീണമില്ലാതെ ലവർ ബൈ ലവർ പെയേഴ്സ് ആയിട്ട് ഈ സ്ട്രീമിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ പാഡിൽ ഇൻ ദ കോൾഡ് കമ്പാരബിൾ സ്ട്രീംസ്. പാഡിൽ എന്ന് പറഞ്ഞാൽ കാലുപയോഗിച്ച് വെള്ളത്തിൽ നീങ്ങുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ പോയിന്റിന് ഇത്രയും വ്യത്യാസങ്ങൾ വന്നെങ്കിലും അരയന്നങ്ങൾ ഇപ്പോഴും ഒരു ക്ഷീണവും ഇല്ലാതെ പെയേഴ്സ് ആയിട്ട് ലവേഴ്സ് ആയിട്ട് കമ്പാനിയൻസ് ആയിട്ട് ഈ വെള്ളത്തിൽ നീന്തുന്നു. അല്ലെങ്കിൽ ക്ലൈംബ് ദ എയർ, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് തന്നെ പറക്കുന്നു. Their hearts have not grown old. അവരുടെ ഹൃദയങ്ങൾക്ക് ഇപ്പോഴും വയസ്സായിട്ടില്ല. അവരിപ്പോഴും പഴയ യുവത്വത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ അരയന്നങ്ങൾ. Their hearts have not grown old. പാഷൻ ഓർ കോൺക്വസ്റ്റ്. പാഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീലിങ്സിനെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ലവർ ബൈ ലവർ എന്ന് പറഞ്ഞു. അപ്പോൾ റൊമാൻസ്, ലവ്, അങ്ങനെയുള്ള സ്ട്രോങ് ഫീലിങ്സിനെയാണ് ഇവിടെ പാഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ കോൺക്വസ്റ്റ്. കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരെങ്കിലും കീഴടക്കുക, വിജയിക്കുക എന്നാണ് കോൺക്വസ്റ്റിന് അർത്ഥം. വാണ്ടർ വേർഡ് ദേ വിൽ, അറ്റൻഡ് അപ്പോൺ ദം സ്റ്റിൽ. അവർ എവിടെ പോയാലും വാണ്ടർ വേർഡ് ദേ വിൽ. വാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അലഞ്ഞു നടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ അരയന്നങ്ങൾ എവിടെ പോയാലും ഈ പാഷൻ ഓർ കോൺക്വസ്റ്റ്, ഈ സ്ട്രോങ് ഫീലിങ്സ് അവരിൽ എപ്പോഴും ഉണ്ടാകും. അറ്റൻഡ് അപ്പോൺ ദം സ്റ്റിൽ. ഇപ്പോഴും അവരിൽ ഈ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പാഷൻ ഓർ കോൺക്വസ്റ്റ്, വാണ്ടർ വേർഡ് ദേ വിൽ, അറ്റൻഡ് അപ്പോൺ ദം സ്റ്റിൽ. ഈ പാഷൻ, കോൺക്വസ്റ്റ് എന്നീ സ്ട്രോങ് ഫീലിങ്സ് എവിടെ പോയാലും ഈ അരയന്നങ്ങളിൽ എല്ലാ കാലങ്ങളിലും ഉണ്ടാകും. അവരുടെ ഹൃദയങ്ങൾ ഇപ്പോഴും യുവത്വത്തിലാണ്. ദേ ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. ദ സ്വാൻസ് ആർ സ്റ്റിൽ എനർജറ്റിക് ആൻഡ് മൂവ് ഇൻ ലവിംഗ് പെയേഴ്സ്. അരയന്നങ്ങൾ എനർജറ്റിക് ആയിട്ട് ഇപ്പോഴും പെയേഴ്സ് ആയിട്ട് ഒരുമിച്ച് പോകുന്നു. ദേ ഹാവ് നോട്ട് ഈജ്ഡ്. അവർക്ക് ഒരിക്കലും വയസ്സായിട്ടില്ല. ആൻഡ് കണ്ടിന്യൂ ടു ലിവ് വിത്ത് പാഷൻ ആൻഡ് ഫ്രീഡം. അവർ ഇപ്പോഴും സ്നേഹത്തോടു കൂടിയും അല്ലെങ്കിൽ അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. But now they drift on the still water, mysterious, beautiful. Among what rushes will they build? By what lake's edge or pool? Delight men's eyes when I awake someday to find they have flown away. അവസാനത്തെ സ്റ്റാൻസയിൽ പോയിട്ട് കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത്. But now they drift on the still water, mysterious and beautiful. കവി ഈ മിസ്റ്റീരിയസ് ആയിട്ട്, അത്ഭുതകരമായിട്ടും എന്നാൽ അത്രയും സൗന്ദര്യത്തോടു കൂടിയും ഈ വെള്ളത്തിൽ നീന്തുന്ന ഈ അരയന്നങ്ങളെ നോക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. Among what rushes will they build? By what lake's edge or pool? ഇവിടെ റഷസ് എന്ന് പറഞ്ഞാൽ തടാകങ്ങളുടെ രണ്ട് വശങ്ങളിൽ കാണുന്ന നീളമുള്ള പുല്ലുകളെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കവി ചോദിക്കുന്നത്, ഇനി ഏത് തടാകങ്ങളുടെ അടുത്തുള്ള പുല്ലുകളിലായിരിക്കും ഇവ കൂടുകൂട്ടുന്നത്, അവരുടെ നെസ്റ്റ് ഉണ്ടാക്കുന്നത്? Delight men's eyes when I awake someday to find they have flown away. കവി ഇവിടെ ഒരു കാര്യം കൂടി ഭയപ്പെടുന്നുണ്ട്, ആശ്ചര്യപ്പെടുന്നുണ്ട്. അതെന്താണ്? ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ അരയന്നങ്ങളെല്ലാം ഇവിടെ നിന്ന് പോയി മറ്റുള്ള മനുഷ്യരുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുകയായിരിക്കുമോ എന്നുകൂടി അദ്ദേഹം ആശ്ചര്യപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Delight men's eyes when I awake someday to find they have flown away. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ അരയന്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഈ അരയന്നങ്ങൾ മറ്റ് ഏത് മനുഷ്യരുടെ കണ്ണുകൾക്കായിരിക്കും സന്തോഷം നൽകുക? ഇങ്ങനെ അദ്ദേഹം ചോദിച്ചിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. കൂൾ പാർക്കിലെ മനോഹരമായിട്ടുള്ള അരയന്നങ്ങളെ പറ്റിയാണ് ഈ കവിതയിൽ പറയുന്നതെങ്കിലും കവിയുടെ മനസ്സിലെ വിഷമങ്ങളെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. 19 വർഷത്തിന് മുമ്പ് കവി ആദ്യമായിട്ട് ഈ കൂൾ പാർക്കിൽ വന്നപ്പോൾ അദ്ദേഹം ഈ അരയന്നങ്ങളെ കണ്ടിരുന്നു. എന്നാൽ ഈ 19 വർഷത്തിന് ശേഷം വന്നപ്പോൾ കുറേ കാര്യങ്ങൾക്ക് അവിടെ മാറ്റം വന്നിട്ടുണ്ട്. കവിയുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൗവനത്തിനും ചുറുചുറുക്കിനൊക്കെ മാറ്റം വന്നു. അദ്ദേഹം അത്രയും ലൈറ്റർ സ്റ്റെപ്സിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ അരയന്നങ്ങൾ ഇപ്പോഴും അത്രയും പാഷനോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് ഈ കൂൾ പാർക്കിലെ ലേക്കിൽ നീന്തി നടക്കുന്നത്.
അപ്പോൾ പാസേജ് ഓഫ് ടൈമിനെ പറ്റിയാണ് ഇവിടെ കവി പറയുന്നത്. 19 വർഷത്തിന് മുമ്പുള്ള കവിയല്ല ഇപ്പോൾ, എന്നാൽ പ്രകൃതി ഇപ്പോഴും അല്ലെങ്കിൽ ഈ അരയന്നങ്ങൾ ഇപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് ആണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നത്. കാലങ്ങൾ മനുഷ്യരിൽ വരുന്ന മാറ്റത്തിൽ കവി വിഷമിക്കുന്നത് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാവർക്കും അപ്പോൾ ഈ കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം വരുന്നത്, വാട്ട് ഈസ് ദ സീസൺ പിക്ചേർഡ് ഇൻ ദ പോം? ഡസ് ഇറ്റ് ഹാവ് എനി സിഗ്നിഫിക്കൻസ്? ഈ കവിതയിൽ ഏത് സീസണെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? കവിതയുടെ ആശയവുമായിട്ട് ഈ സീസണ് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പോം ഈസ് സെറ്റ് ഇൻ ഓട്ടം. നമുക്കറിയാലേ, കവിതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഓട്ടം സീസൺ ആണെന്ന്. ഓട്ടം സിഗ്നിഫൈസ് ചേഞ്ച്, fading youth and the passing of time, which reflects the poet's own feelings of aging and loss. ഓട്ടം എന്ന ഈ കാലം കാണിക്കുന്നത് സമയത്തിന്റെ കടന്നുപോക്കിനെയാണ്. ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഈ ഇലകൾ കൊഴിയുന്ന ഈ സീസൺ നമ്മളുടെ യൗവനത്തിന്റെ ഒരു കൊഴിഞ്ഞുപോക്ക് കൂടിയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാറ്റവും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവിതയിൽ കവിയുടെ മനസ്സിലെ ആ ഫീലിങ്സ് തന്നെയാണ് ഈ സീസണിൽ നമുക്ക് കാണാൻ പറ്റുക. കവി 19 വർഷത്തിന് ശേഷം കൂൾ പാർക്കിൽ വരുമ്പോൾ കുറെ മാറ്റങ്ങൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യൗവനത്തിലെ അവസ്ഥയല്ല ഇപ്പോൾ അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഈ ഓട്ടം സീസണും അങ്ങനെ തന്നെയാണ്, ഇലകൾ കൊഴിയാണ്. അപ്പോൾ ഈ ഇലകൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു യൂത്തിന്റെ ഫേഡിങ് അല്ലെങ്കിൽ ഒരു മാറ്റം, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. ദ ബ്യൂട്ടി ഓഫ് ദ സീസൺ കോൺട്രാസ്റ്റ് വിത്ത് ഹിസ് ഇന്നർ സാഡ്നെസ്. പക്ഷെ ഈ മാറ്റം അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ കൊഴിയുന്നുണ്ടെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസണാണ് ഓട്ടം. ആ ബ്യൂട്ടി കവിയുടെ ഇന്നർ ഫീലിങ്സുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കവിയുടെ ഉള്ളിലെ വിഷമത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഓട്ടം സീസണിലെ ബ്യൂട്ടി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഓട്ടം സീസൺ ഈ കവിതയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കവിയുടെ മനസ്സിലെ ഫീലിങ്സ് ആയിട്ടുള്ള ആ ഒരു ചേഞ്ച്, അതിനെ പറ്റിയുള്ള വിഷമങ്ങൾ, അതൊക്കെയാണ് ഓട്ടം സീസണിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അടുത്ത ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം വരുന്നത്, The 19th autumn has come upon me, says the poet. What does he mean by this? കവിതയിലെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 19th autumn has come upon me. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. He means that 19 years have passed since he first saw and counted the swans at the lake. ഇവിടെ കവി പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് ഈ കൂൾ പാർക്കിൽ വന്ന് അരയന്നങ്ങളെ എണ്ണിയിട്ട് ഇപ്പോൾ 19 വർഷമായി എന്നാണ്. This also suggests how long he has been returning to the same place and observing the changes in his own life. അപ്പൊ അത് കാണിക്കുന്നത് ആ ഒരു ചേഞ്ചിനെ കൂടിയാണ്. ഇപ്പൊ 19 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ എത്രത്തോളം മാറ്റം അദ്ദേഹത്തിന്റെ സ്വന്തം ലൈഫിൽ ഉണ്ടായി എന്ന് കാണിക്കാൻ കൂടിയാണ് ഇവിടെ 19 autumn has come upon me, 19 ഓട്ടം സീസൺ കഴിഞ്ഞു എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, why is the poet's heart sore? കവിയുടെ ഹൃദയം വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? His heart is sore because everything in his life has changed, but the swans remain as beautiful, energetic and youthful as before. This contrast between his aging and their unchanging vitality makes him feel sad and nostalgic. അപ്പോൾ കവിയുടെ ഹൃദയം വേദനിക്കാൻ കാരണം അദ്ദേഹം പറയുന്നുണ്ട് എവ്രിതിങ് ഇൻ ഹിസ് ലൈഫ് ഹാസ് ചേഞ്ച്ഡ്, എല്ലാം മാറിയെന്ന്. ഇപ്പോൾ 19 വർഷത്തിന് മുൻപ് കൂൾ പാർക്കിൽ വന്ന കവിയല്ല ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ എല്ലാത്തിനും ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ കൂൾ പാർക്കിലെ അരയന്നങ്ങൾ ഇപ്പോഴും മുൻപത്തെ പോലെ അത്രയും സൗന്ദര്യത്തിലും ഊർജ്ജസ്വലതയോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം അദ്ദേഹത്തിന്റെ ലൈഫിലെ ഈ മാറ്റവും എന്നാൽ അരയന്നങ്ങളുടെ ലൈഫിൽ ആ എനർജിയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു വേദന അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, does the phrase at twilight have any significance? Comment. അപ്പോൾ ഇവിടെ കവി പറയുന്നുണ്ട് ഒക്ടോബർ മാസത്തിലെ സന്ധ്യാസമയത്താണ് ഈ അരയന്നങ്ങളെ നോക്കുന്നതെന്ന്. അപ്പോൾ ഈ സന്ധ്യാസമയത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. യെസ്, ട്വിലൈറ്റ് സജസ്റ്റ് എ ടൈം ഓഫ് ഫേഡിംഗ് ലൈറ്റ് സിംബലൈസിംഗ് ദ ഫേഡിംഗ് ഓഫ് ദ പോയിറ്റ്സ് യൂത്ത്. സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ എന്താണ്? പകലിലെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് രാത്രിയാവാൻ പോകുന്ന ഒരു സമയമാണ് അല്ലെ. അതുപോലെ തന്നെയാണ് പോയിറ്റിന്റെ ലൈഫ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിലെ യുവത്വമാണ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് അദ്ദേഹം ഓൾഡ് ഏജിലേക്ക് കടക്കാൻ പോകുന്നത്. ദ ടൈം ഓഫ് ഫേഡിംഗ് ലൈറ്റ് സിംബലൈസിംഗ് ദ ഫേഡിംഗ് ഓഫ് ദ പോയിറ്റ്സ് യൂത്ത്. അപ്പൊ ഇവിടെ ലൈറ്റ് ഫേഡ് ആവുന്നത് പോലെയാണ് പോയിറ്റിന്റെ ലൈഫിൽ നിന്ന് യുവത്വം ഫേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എ ക്വൈറ്റ് റിഫ്ലക്റ്റീവ് അറ്റ്മോസ്ഫിയർ ദറ്റ് സ്യൂട്ട്സ് ഹിസ് മൂഡ്. ഇപ്പോൾ ഒരു റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയ, അദ്ദേഹത്തെ ചിന്തിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണത്. A moment between day and night, just like he feels he is between youth and old age. സന്ധ്യാസമയം, ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ പകലിനും രാത്രിക്കും ഇടയിലുള്ള സമയമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ പോയിട്ടും അദ്ദേഹം യുവത്വം അല്ല, എന്നാൽ ഓൾഡ് ഏജിലും എത്തിയിട്ടില്ല. യുവത്വത്തിനും
വാർദ്ധക്യത്തിനും ഇടയിലുള്ള ഒരു സമയത്തിലാണ് ഇപ്പൊ കവി നിൽക്കുന്നത്. അപ്പൊ ഈ സമയവും കവിയുടെ ലൈഫും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ദസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ദ പോംസ് മൂഡ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് മെലങ്കളി. അപ്പൊ ആ കവിതയുടെ മൊത്തം ഹോൾ മൂഡിനെയും അതുപോലെ തന്നെ ആ കവിയുടെ മെലങ്കളി എന്ന് പറഞ്ഞാൽ വിഷമാണ്, വിഷമത്തിനെയും കാണിക്കുന്ന ഒരു സമയമാണ് ഈ ട്വിലൈറ്റ്, സന്ധ്യാസമയം എന്നത്. അപ്പോൾ ഈ ട്വിലൈറ്റ് എന്നുള്ള പറഞ്ഞ സമയത്തിന് കവിയുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഡസ് ദ പോയറ്റ് ഗിവ് വോയിസ് ടു നേച്ചേഴ്സ് ബ്യൂട്ടി ആൻഡ് സ്പ്ലെൻഡർ? പ്രകൃതിയുടെ ഭംഗിയെ പറ്റി കവി ഇവിടെ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കവിതയിലുടനീളം നമുക്ക് കുറേ പ്രകൃതിയുടെ ഇമേജസ് കാണാനായിട്ട് പറ്റും. പ്രകൃതിയിലെ ഭംഗിയെ പറ്റി അദ്ദേഹം വളരെ വിവിഡായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് നേച്ചർ വിവിഡ്ലി ത്രൂ ഓട്ടം ട്രീസ് ഇൻ ഫുൾ ബ്യൂട്ടി, ക്ലിയർ സ്റ്റിൽ വാട്ടർ മിററിംഗ് ദ സ്കൈ, ഗ്രേസ്ഫുൾ സ്വാൻസ് ഫ്ലൈങ് ആൻഡ് പാഡ്ലിംഗ്. പിന്നെ അദ്ദേഹത്തിന്റെ സെൻസറി ഡീറ്റെയിൽസ് ആയിട്ടുള്ള സൈറ്റ്, സൗണ്ട്, അതായതാണ് ക്ലാമറസ് വിങ്സ് ആൻഡ് മോഷൻ ബ്രിങ് ഔട്ട് ദി കാംനെസ്, ഗ്രാൻഡ്വർ ആൻഡ് ലൈവ്ലി ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇതിൽ അദ്ദേഹം പറയുന്ന ഇമേജസ് എന്തൊക്കെയാണ്? ഓട്ടം ട്രീസ് ഇൻ ഫുൾ ബ്യൂട്ടി, വളരെ ഭംഗിയിൽ നിൽക്കുന്ന ഓട്ടം ട്രീസിനെ പറ്റി പറയുന്നുണ്ട്. ആ തടാകം ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് പറയുന്നുണ്ട്. ക്ലിയർ സ്റ്റിൽ വാട്ടർ മിററിംഗ് ദ സ്കൈ, ഗ്രേസ്ഫുൾ സ്വാൻസ് ഫ്ലൈങ് ആൻഡ് പാഡ്ലിംഗ്, നീന്തുകയും പറക്കുകയും ചെയ്യുന്ന അരണ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കവിയുടെ സെൻസറി ഡീറ്റെയിൽസ്, കവിയുടെ ഇന്ദ്രിയങ്ങളെ പറ്റി എന്തൊക്കെയാ പറയുന്നത്? സൈറ്റ് ആൻഡ് സൗണ്ട്, കാണുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ശബ്ദത്തെ പറ്റിയും പറയുന്നുണ്ട്. സൗണ്ടിനെ പറ്റി പറയുന്നത് ക്ലാമറസ് വിങ്സ് ആണ്, അദ്ദേഹം ആ അരയണങ്ങളുടെ ചിറകടി ശബ്ദങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് മോഷൻ ബ്രിങ് ഔട്ട് ദ കാംനെസ്, ഗ്രാൻഡ്വർ ആൻഡ് ലൈവ്ലി ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇത് ആ പ്രകൃതിയുടെ ലൈവ്ലി ബ്യൂട്ടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ഡു ദ സ്വാൻസ് ഇൻ ദ പോം റെപ്രസെന്റ്? നമ്മുടെ കവിതയിലെ അരയന്നങ്ങൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ സ്വാൻസ് സിംബലൈസ് യൂത്ത് ആൻഡ് വൈറ്റാലിറ്റി, കോൺസ്റ്റൻസി ആൻഡ് അൺചേഞ്ചിങ് ബ്യൂട്ടി, ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ്, freedom and the desire to wander. They stand in contrast to the poet's aging body and emotional weariness. പ്രധാനമായിട്ടും ഈ അരയന്നങ്ങൾ ഈ യുവത്വത്തിന്റെ എനർജിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പോയറ്റിന്റെ ഈ ചേഞ്ചും അരയന്നങ്ങളുടെ ഈ യൂത്തും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റൻസി ആൻഡ് അൺചേഞ്ചിങ് ബ്യൂട്ടിയും നമുക്കിതിൽ കാണാം. അതായത് ഒരിക്കലും മാറാത്ത ആ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ കോൺസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നിലനിൽക്കുന്ന സൗന്ദര്യത്തെ കാണാൻ പറ്റും. ആൻഡ് ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ്, അതെങ്ങനെയാ കാണാൻ പറ്റുക? രണ്ട് അരയന്നങ്ങൾ എപ്പോഴും ലവർ ബൈ ലവർ, അല്ലെങ്കിൽ ജോഡികളായിട്ടാണ് അവർ പറക്കുകയും നീന്തുകയും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ് അതിൽ കാണാൻ പറ്റും. ഫ്രീഡം ആൻഡ് ദ ഡിസയർ ടു വാണ്ടർ, അവർക്ക് എവിടേക്കാണോ പോകേണ്ടത് അങ്ങോട്ട് അവർ പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിലുള്ള ആ സ്വാതന്ത്ര്യം അതൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ പോയിറ്റിന്റെ ലൈഫിലെ ചേഞ്ചസിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പോയിറ്റ് ഇപ്പോൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരിക്കലും സൗന്ദര്യം നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ യുവത്വം നഷ്ടപ്പെടാത്ത ഇമേജസ് ആയിട്ടാണ് ഈ അരയന്നങ്ങൾ നിൽക്കുന്നത്. അതാണ് പറയുന്നത്, ദി സ്റ്റാൻഡ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ പോയിറ്റ്സ് ഏജിംഗ് ബോഡി. അദ്ദേഹത്തിന്റെ ശരീരത്തിന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇമോഷണൽ വിയറിനെസ്, ഇമോഷണലിയും അദ്ദേഹം വളരെയധികം ക്ഷീണിതനാണ്. അതുകൊണ്ടാണ് ഈ യൂത്ത്ഫുൾ ആയിട്ടുള്ള അരയന്നങ്ങൾ പോയിറ്റിന്റെ മൈൻഡുമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? കമന്റ് ഓൺ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ യൂത്ത് ആൻഡ് ഓൾഡ് ഏജ് ആസ് പോർട്രേഡ് ബൈ ദ പോയിറ്റ്. കവി പറഞ്ഞിരിക്കുന്നത് പോലെ യുവത്വവും വാർദ്ധക്യവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സ്വാൻസ് റിമെയിൻ അൺവിയറീഡ്, എനർജറ്റിക്, പാഷനേറ്റ് ആൻഡ് യൂത്ത്ഫുൾ. അരയന്നങ്ങൾ എന്തിനെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ദേ ആർ അൺവിയറീഡ്. അൺവിയറീഡ് എന്ന് പറഞ്ഞാൽ അവർ ക്ഷീണമില്ലാതെ എനർജറ്റിക് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട്, അത്രയും സ്ട്രോങ് ഫീലിംഗ്സോടുകൂടി യുവത്വത്തിലാണ് നിൽക്കുന്നത്. അത്രയും എനർജി ഇപ്പോഴും അരയന്നങ്ങൾക്കുണ്ട്. ദ പോയിറ്റ് ഇൻ കോൺട്രാസ്റ്റ് ഫീൽസ് ഓൾഡർ, ടയേർഡ് ആൻഡ് സോറോഫുൾ. എന്നാൽ കവി ഇതിന് വിപരീതമായിട്ട് വയസ്സായി, എന്നാൽ വളരെ ക്ഷീണിതനായി, സോറോഫുൾ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഇപ്പോഴും വേദനകളുണ്ട്. ടൈം ഹാസ് ചേഞ്ച്ഡ് ഹിം ബട്ട് നേച്ചർ ആൻഡ് ദ സ്വാൻസ് സീം ടൈംലെസ്. കവിയെ എന്താണ്, സമയമാണ് മാറ്റിയത്. കാലം നീങ്ങും തോറും കവിയിൽ കുറെ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രകൃതിയും അരയന്നങ്ങളും ഇപ്പോഴും ടൈംലെസ് ആയി, കാലാതീതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Through this contrast, Yeats shows the natural human fear of aging and the longing for the energy and passion for youth. മനുഷ്യർക്ക് പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോഴും ചെറുതായിരുന്നെങ്കിൽ, ഞാനിപ്പോഴും യുവത്വത്തിലായിരുന്നെങ്കിൽ എന്ന്. അതുപോലെ തന്നെ പ്രായമാവുമ്പോൾ അവർക്ക് അതിനൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് ഇവിടെ യേറ്റ്സ് കാണിച്ചു തരുന്നത്. അതാണ് പറയുന്നത്, യേറ്റ്സ് ഷോസ് ദ നാച്ചുറൽ ഹ്യൂമൻ ഫിയർ ഓഫ് ഏജിങ്, പ്രായമാവുമ്പോൾ അവർക്ക് വരുന്ന ഭയവും, ആൻഡ് ദ ലോങ്ങിങ് ഫോർ എനർജി ആൻഡ് പാഷൻ ഓഫ് യൂത്ത്. ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹമാണ്. അപ്പോൾ യുവത്വത്തിനും അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജത്തിനും വേണ്ടിയുള്ള ആഗ്രഹമാണ് ഇവിടെ യേറ്റ്സ് കാണിച്ചു തരുന്നത്. Pick out the images of nature in the poem and comment on their significance. കവിതയിൽ കവി പറഞ്ഞിരിക്കുന്ന നേച്ചർ ഇമേജസ് എന്തൊക്കെയാണെന്നും അതിന്റെ സിഗ്നിഫിക്കൻസും ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2 നേച്ചർ ഇമേജസ് ഇവിടെ ഓൾറെഡി തന്നതാണ്. ട്രീസ് ഇൻ ദയർ ഓട്ടം ബ്യൂട്ടി, ഡ്രൈ വുഡ്ലാൻഡ് പാർട്സ്.
വേറൊരു നേച്ചർ ഇമേജ് ആണ് നിശ്ചലമായ ആ വെള്ളത്തിൽ ആകാശം പ്രതിഫലിക്കുന്നത്. ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ എന്നുള്ളത്. അപ്പൊ അതൊരു നാച്ചുറൽ ഇമേജ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ദീസ് ഇമേജസ് ക്രിയേറ്റ് എ കാം റിഫ്ലക്റ്റീവ് അറ്റ്മോസ്ഫിയർ. The quiet beauty of autumn highlight the theme of change and passing time, while the still water and sky contrast with the poet's restless emotions. The natural setting also enhances the timeless, graceful presence of the swans. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഈ നേച്ചുറൽ ഇമേജസ് കൊടുക്കുന്നത്. ദ ക്വൈറ്റ് ബ്യൂട്ടി ഓഫ് ഓട്ടം ഹൈലൈറ്റ് ദ തീം ഓഫ് ചേഞ്ച് ആൻഡ് പാസിംഗ് ടൈം. ശരത്കാലം കാണിക്കുന്നത് ഒരു മാറ്റവും അതുപോലെ തന്നെ കാലം മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ദ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്കൈ കോൺട്രാസ്റ്റ് വിത്ത് ദ പോയിറ്റ്സ് റെസ്റ്റ്ലെസ് ഇമോഷൻസ്. സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ആ വെള്ളവും ആ പ്രതിഫലിക്കുന്ന ആകാശമൊക്കെ പോയിറ്റിന്റെ മനസ്സിലെ ആ വിഷമങ്ങളെ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. പ്രകൃതിയിലെ അൺചേഞ്ചിങ് നേച്ചർ ആണ് ഇത് കാണിക്കുന്നത്. ദ നാച്ചുറൽ സെറ്റിംഗ് ഓൾസോ എൻഹാൻസസ് ദ ടൈംലെസ് ഗ്രേസ്ഫുൾ പ്രസൻസ് ഓഫ് ദ സ്വാൻസ്. നാച്ചുറൽ സെറ്റിംഗിൽ ഈ ഒരു ടൈംലെസ്നെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രകൃതി കാലാതീതമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, എന്നാൽ ഓപ്പോസിറ്റ് ആയിട്ട് മനുഷ്യൻ എങ്ങനെയാണ്? കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്ന് മനുഷ്യൻ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റും ഈ നാച്ചുറൽ ഇമേജസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത് പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസസ് ഓഫ് അലിട്രേഷൻ ഇൻ ദ പോം. കവിതയിൽ നിന്ന് അലിട്രേഷന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പ് അലിട്രേഷൻ എന്താണ്? അലിട്രേഷൻ അപ്പിയേഴ്സ് വെൻ ദ സെയിം കോൺസണന്റ് സൗണ്ട് ബിഗിൻസ് നിയർ ബൈ വേർഡ്സ്. ഒരു വരിയിലെ അടുത്തടുത്തുള്ള വാക്കുകൾ സെയിം കോൺസണന്റ് സൗണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. വവൽ സൗണ്ട് അല്ല, അത് ശ്രദ്ധിക്കണം. കോൺസണന്റ് സൗണ്ട്സിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കവിതയിലെ അലിട്രേഷന്റെ എക്സാമ്പിൾസ് വരുന്നത് സ്റ്റിൽ സ്കൈ, ബെൽ ബീറ്റ് ഓഫ് ദെയർ വിങ്സ്, വോണ്ടർ വേർ ദേ വിൽ. ഈ വരികളിലാണ്. സ്റ്റിൽ സ്കൈ എന്ന് പറയുമ്പോൾ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ബെൽ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബേർ സൗണ്ട് ആണ്. വോണ്ടർ വേർ ദേ വിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? വേർ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കോൺസണന്റ് സൗണ്ട്സ് ആണ്. അങ്ങനെയാണ് ഇത് അലിട്രേഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതിലെ സി ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ പോം. ഈ കവിതയുടെ റൈം സ്കീം ഏതാണ്? ദ പോം ഫോളോസ് എ റെഗുലർ റൈം സ്കീം ABABCC in each stanza. എല്ലാ വരികളിലും റെഗുലർ സ്കീമാണ്. എല്ലാ വരികളിലും സെയിം റൈം സ്കീമാണ്. അതെങ്ങനെയാണ്? ABABCC. ഇങ്ങനെയാണ് ഈ കവിതയുടെ റൈം സ്കീം വരുന്നത്. നമ്മുടെ അവസാനത്തെ ചോദ്യം വരുന്നത് ഈ കവിതയുടെ അപ്രിസിയേഷൻ എഴുതാനാണ്. നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും നേച്ചർ ഇമേജറി ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം അപ്രിസിയേഷൻ എഴുതാനായിട്ട്. നമുക്ക് അപ്രിസിയേഷൻ വായിക്കാം. The Wild Swans at Cool by W.B. Yeats is a beautiful nature poem that also reflects the poet's personal feeling. പ്രകൃതിയെ പറ്റി വളരെ ഭംഗിയിൽ വിശദീകരിക്കുന്ന W.B. യേറ്റ്സിന്റെ ഒരു പോമാണ് ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. അത് കവിയുടെ ഉള്ളിലെ ഫീലിംഗ്സും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. The main theme of the poem is the passage of time and the contrast between the unchanging beauty of nature and the aging of human life. കവിതയുടെ പ്രധാന ആശയം സമയത്തിന്റെ കടന്നുപോക്കാണ്. അതുപോലെ തന്നെ കാലാതീതമായിട്ട് സൗന്ദര്യത്തിൽ നിൽക്കുന്ന പ്രകൃതിയും എന്നാൽ മാറ്റം വരുന്ന മനുഷ്യന്റെ ജീവിതവും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഒരു കോൺട്രാസ്റ്റും ഈ കവിതയിൽ കാണാനായിട്ട് പറ്റും. While the swans remain energetic, loving and free, the poet feels that his own youth and happiness have faded. ഒരു വശത്ത് അരയന്നങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് യുവത്വത്തിൽ നിൽക്കുമ്പോൾ മറുവശത്ത് കവി യുവത്വമെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ എനർജിയും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. The poem makes use of several figures of speech. There is imagery in lines describing autumn trees, dry woodland paths, still water, and the swans on the lake, which help us clearly imagine the scene. കവിതയിലുടനീളം നിരവധി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിൽ ഇമേജറിയാണ് ഏറ്റവും മേജറായിട്ട് നിൽക്കുന്നത്. ഏതൊക്കെ തരം ഇമേജസ് ആണ് ഇതിൽ വരുന്നത്? ഓട്ടം ട്രീസ്, ഡ്രൈ വുഡ്ലാൻഡ് പാത്സ്, സ്റ്റിൽ വാട്ടർ, ആ തടാകം, ആ തടാകത്തിൽ അരയന്നങ്ങൾ നീന്തുന്നത്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Alliteration can be seen in phrases like wander where they will and bell beat of their wings. Alliteration examples are wander where they will and bell beat of their wings. The swans themselves act as a symbol of youth, beauty and permanence, while the poet represents human changes and loss. അരയനങ്ങൾ യുവത്വത്തെയും സൗന്ദര്യത്തെയും സ്ഥിരതയൊക്കെ കാണിക്കുമ്പോൾ കവി മനുഷ്യന്റെ മാറ്റങ്ങളെയും നഷ്ടങ്ങളെയൊക്കെയാണ് കാണിക്കുന്നത്. The tone of the poem is calm and peaceful at first, but it slowly becomes sad and reflective. തുടക്കത്തിൽ കവിത വളരെ കാമായി സമാധാനത്തിലാണ് തുടങ്ങുന്നതെങ്കിലും അവസാനം ആവുമ്പോഴേക്കും വളരെ സാഡായി മെലങ്കോളിക് ആയിട്ട് വിഷമത്തിലാണ് ഇത് അവസാനിക്കുന്നത്. The poet feels admiration for the swans but also sorrow when he thinks about how his life has changed.
കവി ഈ വരേനങ്ങളെ ആരാധിക്കുന്നുണ്ട്. അവരുടെ ഒരിക്കലും മാറാത്ത സൗന്ദര്യത്തെ കവി ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളെ ഓർത്ത് വിഷമിക്കുകയും വേദനിക്കുകയാണ് ചെയ്യുന്നത്. There is a general sense of loneliness and fear of separation in the final stanza. കവിതയുടെ അവസാനത്തെ വരികളിൽ ഒരു ഏകാന്തതയും ഈ അരയന്നങ്ങളെ വേർപിരിയേണ്ടി വരുമോ എന്നുള്ളൊരു ഭയവും ഒക്കെ കവിക്ക് കാണാനായിട്ട് പറ്റും. The style of the poem is simple, lyrical and musical. Yeats uses clear language and smooth flow to express deep emotion. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലിയർ ലാംഗ്വേജിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത്രയും ആഴത്തിലുള്ള കവിയുടെ മനസ്സിലെ ആ വേദനകൾ കാണിക്കാനായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഓരോ വരിയും പോകുന്നത്. തുടക്കത്തിൽ ഓട്ടം സീസണിന്റെ ബ്യൂട്ടി കാണിച്ച് പിന്നെ മെല്ലെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വേദനകളും ഈ അരയന്നങ്ങളുടെ ഭംഗിയും തമ്മിലുള്ള ഒരു വ്യത്യാസവും അദ്ദേഹത്തിന്റെ ഉള്ളിലെ വേദനകളൊക്കെ വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. The poem combines nature description with personal reflection, making it touching and meaningful to readers. രണ്ട് കാര്യങ്ങളാണ് ഈ കവിതയിലുള്ളത്. നേച്ചർ ഇമേജസ്, പ്രകൃതിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസും ആ കവിയുടെ മനസ്സിലുള്ള പേഴ്സണൽ റിഫ്ലക്ഷൻ, അദ്ദേഹത്തിന്റെ ഉള്ളിലെ വേദനകളും നൊസ്റ്റാൾജിയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെയധികം മീനിങ് ആയിട്ട് വായനക്കാരിൽ എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ അപ്രിസിയേഷൻ അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന കവിതയുടെ മലയാളം എക്സ്പ്ലനേഷനും എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും ഡിസ്കസ് ചെയ്തു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ യൂണിറ്റിലെ ഗ്രാമർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. അതുവരെ എല്ലാവർക്കും ബൈ.